പ്രിയപ്പെട്ട എൻ്റെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ, ഹൈസ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ കൊല്ലവും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എഡിറ്റോറിയൽ തയ്യാറാക്കുക. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. എഡിറ്റോറിയൽ തയ്യാറാക്കുക. എഡിറ്റോറിയൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം എഡിറ്റോറിയലിന് വേറെ 2 പേരിലും കൂടെ ഇത് തന്നെ അറിയപ്പെടും. എന്തൊക്കെയാണ്? മുഖപ്രസംഗം എന്ന് പറഞ്ഞാലും എഡിറ്റോറിയലാണ്. പത്രാധിപക്കുറിപ്പ് എന്ന് പറഞ്ഞാലും എഡിറ്റോറിയലാണ്. ഈ 3 വന്നാലും എഴുതേണ്ടത് ഒന്നാണ്. എഡിറ്റോറിയൽ, മുഖപ്രസംഗം, പത്രാധിപക്കുറിപ്പ് 3ഉം ഒരേ സാധനമാണ്. വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നതെന്നേ ഉള്ളൂ. എന്താണ് എഡിറ്റോറിയൽ? ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്ക് ആ എഡിറ്ററുടെ അഭിപ്രായം എഴുതാനുള്ള കോളമാണ് എഡിറ്റോറിയൽ കോളം. ഒരു എഡിറ്റർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോളമാണ് എഡിറ്റോറിയൽ കോളം. ക്ലിയർ ആണോ മക്കൾക്ക്? ക്ലിയർ ആണോ? അപ്പോൾ എഡിറ്റോറിയൽ കോളം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ആ എഡിറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആകർഷണീയമായ ശീർഷകം. ഉപന്യാസം നിങ്ങൾ എഴുതാൻ പഠിച്ചവരാണല്ലോ. ഉപന്യാസം എഴുതാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരുവിധം മാനദണ്ഡങ്ങളെല്ലാം എഡിറ്റോറിയലിനുമുണ്ട്. അതായത് ആകർഷണീയമായ ശീർഷകമായിരിക്കണം. ഇത് നിങ്ങളുടെ പരീക്ഷാ പേപ്പറാണെങ്കിൽ ഇങ്ങനെ എഴുതുന്ന, അതായത് ഇങ്ങനെയുള്ള ശീർഷകമാണ്. അതായത് മെയിൻ ശീർഷകമായിട്ട് എഴുതേണ്ടതാണ് എഡിറ്റോറിയലിൻ്റെ ശീർഷകം. അത് ആകർഷണീയമായിരിക്കണം. വായനക്കാരനെ ഇംപ്രസ് ചെയ്യാൻ പോകുന്നതായിരിക്കണം ആ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആകർഷണീയമായ ശീർഷകമുണ്ടായിരിക്കണം. മുഖം എഴുതണം. ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. നല്ല ഒരു ഇൻട്രൊഡക്ഷൻ. തന്നിരിക്കുന്ന ചോദ്യത്തോട് 100% നീതി പുലർത്തുന്ന ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതണം. മുഖം എഴുതണം. എഡിറ്റോറിയൽ എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന, മലയാളം ഫസ്റ്റിലോ സെക്കൻഡിലോ നിർബന്ധമായും, ഹൈസ്കൂളിൽ നിർബന്ധമായും വരുന്ന ചോദ്യങ്ങളിലൊന്നാണ് എഡിറ്റോറിയൽ. അപ്പം നിങ്ങൾ കൃത്യമായി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോർമാറ്റിൽ തന്നെ അങ്ങ് എഴുതിപ്പോയാൽ കൃത്യമായിട്ട് മാർക്ക് കളയാതെ വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മുഖം എഴുതണം. ഖണ്ഡിക തിരിച്ചെഴുതണം. പാരഗ്രാഫ് തിരിച്ചെഴുതണം. ഖണ്ഡിക തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് തിരിച്ചെഴുതണം. 3 പാരഗ്രാഫെങ്കിലും മിനിമം ഉണ്ടാവണമെന്നാണ് പറയുക. 3 പാരഗ്രാഫെങ്കിലും മിനിമം ഉണ്ടാകണം. ഇനി സമകാലിക സാമൂഹിക പ്രസക്തി എഴുതണം. സമകാലികമോ സാമൂഹികമായ എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ള ചോദ്യമാണ് എൻ്റെ മക്കൾക്ക് തന്നതെങ്കിൽ ആ ചോദ്യത്തോട് നീതി പുലർത്തത്തക്ക വിധത്തിലുള്ള എന്ത് എഴുതണം? കാര്യങ്ങൾ നിങ്ങളുടെ എഡിറ്റോറിയലിൽ ഉണ്ടായിരിക്കണം. ആ കാര്യങ്ങളെല്ലാം ആ എഡിറ്റോറിയൽ ഉണ്ടായാൽ മാത്രമേ അതൊരു നല്ല എഡിറ്റോറിയലായി മാറുകയുള്ളൂ. അതാണ് സമകാലിക. അതായത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന എന്തെങ്കിലും പ്രാധാന്യം അതിനുണ്ടോ? തന്നിരിക്കുന്ന ചോദ്യത്തിന് ഇന്നത്തെ കാലഘട്ടവുമായി എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അത് എഴുതണം. അതുപോലെ സാമൂഹികമായി സോഷ്യൽ റെലവൻ്റായ എന്തെങ്കിലും ഒരു വിഷയമാണോ? സാമൂഹ്യ പ്രസക്തി. അതാണ് സാമൂഹിക പ്രസക്തി എന്നുദ്ദേശിച്ചത്. സോഷ്യൽ റെലവൻറ്റിനെയാണ്. സാമൂഹികമായ എന്തെങ്കിലും പ്രാധാന്യം, ഒരു സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമാണോ നിങ്ങളുടെ എഡിറ്റോറിയലിന് തന്നിരിക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിക്കുകയും ആ ഒരു സാമൂഹിക പ്രശ്നം നിങ്ങളുടെ ഉത്തരത്തിൽ ഉണ്ടാവുകയും വേണം. ഇനിയോ വിവരങ്ങൾ ആധികാരികവും സമഗ്രവുമായിരിക്കണം. അത് ആധികാരികം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടെയും വിവരിച്ചുള്ളതുമായിരിക്കണം. തന്നിരിക്കുന്ന വിഷയം ആധികാരികമായി എഴുതാൻ നിങ്ങൾ കഴിയണം. അതായത് ഉദാഹരണങ്ങൾ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പത്രവാർത്തകളുടെ സൂചനകൾ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ കൃത്യമായി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ഏറ്റവും നല്ല എഡിറ്റോറിയലായി മാറുന്നത്. പിന്നെ പരിമിതികൾ, പ്രത്യാഘാതങ്ങൾ ഇവയുണ്ടാകണം. എന്താണ് തന്നിരിക്കുന്ന വിഷയം നടപ്പിൽ വരുത്താൻ എന്തൊക്കെ പരിമിതികളുണ്ട്, അല്ലെ? എന്തൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, അതിൻ്റെ പ്രത്യാഘാതം തന്നിരിക്കുന്ന ചോദ്യം കൊണ്ട് ഒരു സമൂഹത്തിന്, ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലും പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ അനന്തരഫലം,
സമൂഹത്തിൽ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ അത് നിങ്ങൾ എഴുതണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിഗമനങ്ങളും ആകണം ഉപസംഹാര ഭാഗം. അതായത് കൺക്ലൂഷൻ എഴുതുന്ന ഭാഗം, കൺക്ലൂഡ് അയക്കുന്ന ഭാഗം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ നിഗമനവുമായിരിക്കണം. അതിന് കൃത്യമായിട്ട് അതിന് മാർക്കുണ്ട് കേട്ടോ. നിങ്ങളുടെ നിഗമനവും നിങ്ങളുടെ അഭിപ്രായവും കൃത്യമായി നിങ്ങൾ എഴുതണം. അത് എഴുതുന്നതാണ് അവസാനത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കൂ. ഈ വിഷയം ഇന്ന കാരണങ്ങളാണ്, അതിന് ഇന്ന പ്രതിവിധികളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ന കാര്യങ്ങളാണ്, അങ്ങനെ സജഷൻസും അതുപോലെ നിങ്ങളുടെ കാഴ്ചപ്പാടും എഴുതാൻ നിങ്ങൾക്ക്. അതാണ് എഡിറ്റോറിയൽ. കാരണം എഡിറ്റോറിയലിന് പറയാനുള്ളതും അവരുടെ നിർദ്ദേശങ്ങളും വെക്കാനുള്ള നിർദ്ദേശങ്ങളും എഴുതാനാണ് എഡിറ്റോറിയൽ കോളം എന്ന് പറയുന്നത്. അപ്പം എഡിറ്റോറിയൽ തയ്യാറാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എഡിറ്റോറിയലിന് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ എഡിറ്റോറിയൽ എങ്ങനെ എഴുതാം എന്നുള്ളത് മനസ്സിലായോ എൻ്റെ കുഞ്ഞു മക്കൾക്ക്? അപ്പോൾ നമുക്ക് എഡിറ്റോറിയൽ കഴിഞ്ഞു. ഇനി അടുത്ത മറ്റൊരു ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ മക്കളെ.